വളരെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിന്ന്. ചിക്കൻ തവ റോസ്റ്റ് എന്നോ ചിക്കൻ തവ ഫ്രൈ എന്നോ ഒക്കെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാവുന്ന ഒരു സൂപ്പർ ഈസി ഡിഷാണിത് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ചിക്കൻ്റെ 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി. ഇച്ചിരി സ്പൈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എരിയുള്ള മുളക് പൊടി എടുത്തത്. നമ്മുടെ ഈ റെസിപ്പിയിൽ ഇനിയും മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ യൂസ് വരുന്നുണ്ട്. അപ്പോൾ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഈ 2 ടീസ്പൂൺ എന്നുള്ളത് 1 ടീസ്പൂൺ ആക്കി ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച ഫ്രഷ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ഈ ഇട്ട മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഞാൻ ബാക്കി ഇത് കുഴച്ചെടുക്കുന്നത്. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ ഉപയോഗിച്ചും ഇത് കുഴച്ചെടുക്കാം. നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഹെൽത്തി റെസിപ്പിയാണ്, എണ്ണ കുറച്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഈ മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഇനി 1 മണിക്കൂർ മുതൽ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ച് റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലേവർ എല്ലാം ഈ ചിക്കനിൽ പിടിച്ചിരിക്കും. നല്ലൊരു ഇരുമ്പിൻ്റെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ മാത്രം നെയ്യ് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് അലിഞ്ഞു വരണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നെയ്മയം ഒന്ന് ഈ ചിക്കനിലൊന്ന് പെരണ്ട് വരികയും ചെയ്യും. ഈ തവയിൽ ഈ ചിക്കൻ ഒട്ടിപ്പിടിക്കത്തൂല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. മൊത്തത്തിൽ ഈ റെസിപ്പിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ചട്ടി ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് കലക്കി മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊരു അടപ്പ് കൊണ്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റി വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ ചിക്കൻ പീസസും തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നടുക്ക് ഭാഗത്തെ ചിക്കൻ നിങ്ങൾ ഇളക്കിയെടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും. ആ മൊരിവ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മൊരിവേ ഉള്ളൂ, കരിഞ്ഞതല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ രുചികരമായി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഈ റെസിപ്പി ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആദ്യം ഒഴിച്ച വെള്ളത്തിൽ ഈ ചിക്കൻ പകുതിയെങ്കിലും വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ മാരിനേഷൻ ആ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഇടത്തരം വലുപ്പമുള്ള ഒരു 1.5 സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സവാളയുടെ സൈസിനനുസരിച്ച് എണ്ണം കുറയ്ക്കണം കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 ചെറിയ പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എരിക്കനുസരിച്ച് മാത്രം പച്ചമുളക് എടുക്കണം കേട്ടോ. ഇതിനകത്ത് ഞാൻ എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണ എടുത്തിട്ടുള്ളൂ. ഒരു ഇടത്തരം തക്കാളി അരിഞ്ഞതും കൂടെ ഞാൻ ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന നേരത്തിന് തീ എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു ചട്ടു ഉപയോഗിച്ച് നമ്മൾ ഈ ഇട്ട വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഈ ചിക്കൻ്റെ അടിയിലോട്ടൊന്ന് കയറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള 1 കപ്പ് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് വേണം അടച്ചു വെച്ച് ബാക്കി കുക്ക് ചെയ്യാനായിട്ട്. ഞാനത് മറന്നുപോയി. പിന്നെ അത് ഒഴിച്ചപ്പോൾ ഞാനത് ക്യാമറ ഓണാക്കാനും മറന്നു. വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ബാക്കി വേവിച്ചെടുക്കാം. ഒഴിച്ച വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുന്ന ആ നേരത്ത് നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങയുടെ നീരിനനുസരിച്ചാണ് ഞാൻ ഈ 1.5 എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ വലിയ നാരങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 നാരങ്ങ അല്ലെങ്കിൽ അര നാരങ്ങ പോലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ പുളി ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ രണ്ടാമത് ഒഴിച്ച വെള്ളം ഒരുപാട് വറ്റി ഡ്രൈ ആയിട്ടല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോഴേ ഇതെല്ലാം ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇടുന്ന പൊടികളെല്ലാം ചട്ടിയിൽ പിടിച്ചിട്ട് ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി പോകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ചിക്കൻ ഉടഞ്ഞു പോകാതെ ഈ പൊടികളെല്ലാം ആ ഉള്ളിയിലേക്കും ചിക്കനിലേക്കും നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇത് ചെയ്യുമ്പോഴൊക്കെയും ഫ്ലെയിം ലോയിലായിരിക്കണേ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുത്ത് ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടെ നെയ്യോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയോ ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചും മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ചേർത്തിട്ടില്ല. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറാനും പിന്നെ രണ്ടാമത് നമ്മൾ ഒഴിച്ച വെള്ളം നമ്മൾ പകുതി മാത്രമേ അത് വറ്റിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി പകുതിയും കൂടെ ഒന്ന് ഡ്രൈ ആവാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ 1 മിനിറ്റ് അടച്ചു വെക്കുന്നത്. 1 മിനിറ്റ് കൂടണ്ട, കൂടിക്കഴിഞ്ഞാൽ ഈ ചിക്കൻ അതിനകത്തേക്ക് പിടിക്കാൻ തുടങ്ങുകയും
ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടിരിക്കുന്നത്. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഈ കറിവേപ്പില ഒന്ന് വാടി വരാനായിട്ട് ഇതും കൂടെ ഒന്ന് അങ്ങനത്തെ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ആവി കൊണ്ട് തന്നെ ഈ കറിവേപ്പില ഒന്ന് വാടി കിട്ടും. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത്. ചോറിൻ്റെയും പലഹാരത്തിൻ്റെയും കൂടെ ഒരുപോലെ പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.